കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലെങ്കിൽ ഇത്തവണ ചുരത്തിലെ മണ്ണിടിച്ചിൽ മൂലം ഓണനാളിലും വയനാട്ടിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിലാണ്. എന്നാൽ വയനാട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും മുഴുവൻ സഞ്ചാരികളെയും ഉൾക്കൊള്ളാൻ വയനാട് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നുമാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ചെറിയ ചാറ്റൽ മഴ, മഞ്ഞ്, കോട, നല്ല തണുപ്പ്, ഓണത്തെ വരവേറ്റ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ, കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചകൾ, സഞ്ചാരികളെ സ്വീകരിക്കുവാൻ വയനാട് ഒരുങ്ങി നിൽക്കുകയാണ്. വയനാട് താമരശ്ശേരി ചുരത്തിലുണ്ടായ ചെറിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് വയനാട്ടിലേക്ക് നേരത്തെ യാത്ര പ്ലാൻ ചെയ്ത നിരവധി സഞ്ചാരികൾ ബുക്കിംഗ് ഒഴിവാക്കിയതായി ഈ മേഖലയിലുള്ളവർ പറയുന്നു. ബാധിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു സമയം സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് പറയുന്നതാണ് വയനാട്ടിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ടൂറിസം ടേൺ ഔട്ട് ഉണ്ടാകുന്ന സമയം. ഇതിപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും കാലിയാണ്. ഇന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഗസ്റ്റ് ഇല്ല. ഈ വീക്കെൻഡ് 6-7 തീയതികളിൽ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട്, അല്ലാതെ ഇല്ല. നമുക്കിവിടെ ടൂറിസം വളരെ കുറവാണ്. ജനങ്ങളുടെ മനസ്സിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ പേടി വല്ലാണ്ട് കിടക്കുന്നതാണോ എന്നറിയില്ല. എല്ലാ അർത്ഥത്തിലും വയനാട് സുരക്ഷിതമാണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ചുരത്തിലൊരു ചെറിയ കാലഘട്ടത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് ഒഴിവാക്കിയാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു സീസൺ ആരംഭിച്ചപ്പോൾ ചുരത്തിലെ എല്ലാ വിഷയമായിട്ട് വീണ്ടും ഒരു ചെറിയൊരു ഗസ്റ്റുകളെ അതിവിടെ വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ചുരം ബ്ലോക്കാണെന്നുള്ള എല്ലാ വാർത്തകളെല്ലാം വന്നപ്പോൾ. എന്നാൽ വീണ്ടും ഇപ്പോൾ വയനാട് ശരിക്കും സേഫ് തന്നെയാണ്. വയനാട്ടിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികളെ സ്വീകരിക്കാൻ ഒരുക്കി കഴിഞ്ഞു. എന്നാൽ അതിസുന്ദരിയായി സഞ്ചാരികളെ കാത്ത് വയനാട് ഒരുങ്ങി നിൽക്കുന്നു. സഞ്ചാരികളെ നിങ്ങൾക്ക് സ്വാഗതം. അരുൺ വിൻസെന്റ്, ന്യൂസ് ബ്യൂറോ, വയനാട്.